തൃശൂർ കൊടുങ്ങല്ലൂർ എറിയാട് ഇസ്ലാമിക് സ്റ്റഡീസ് സെന്ററിന് കീഴിലുള്ള മാർക്കറ്റ് ജുമാ മസ്ജിദിൽ റംസാൻ നോമ്പ് കാലത്ത് ജീരകക്കഞ്ഞി ഒരുക്കുന്നത് നാട്ടുകാർ എളിയമ എന്ന് വിളിക്കുന്ന ബീവാത്തുമാണ്. കഴിഞ്ഞ 45 വർഷത്തിലധികമായി ഇവിടുത്തെ ജീരകക്കഞ്ഞിക്ക് രുചി പെരുമയോടൊപ്പം ബീവാത്തുവിന്റെ കൈപുണ്യത്തിന്റെ നിറവ് കൂടിയുണ്ട്. പരേതനായ തിരുവിതാംകൂട്ട് മൊയ്തുവിന്റെ ഭാര്യയാണ് 73 വയസ്സുകാരിയായ ബീവാത്തു. എളീമ പാകപ്പെടുത്തിയെടുക്കുന്ന ജീരകക്കഞ്ഞിക്ക് അസാധാരണമായ രുചി പകരുന്നത് സാധാരണ ചേരുവകൾ മാത്രമല്ല, സ്നേഹവും പ്രാർത്ഥനയും കൂടിയാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ നോമ്പ് കാലങ്ങളിലും ബീവാത്തു മുടങ്ങാതെ ജീരകക്കഞ്ഞി പാകം ചെയ്തു പോരുന്നുണ്ട്. 1 കിലോ അരിയിട്ട് പാകപ്പെടുത്തി തുടങ്ങിയ ജീരകക്കഞ്ഞി ഇപ്പോൾ തലമുറകളുണ്ടായി, അവരൊക്കെ മരിച്ചുപോയി. അവരൊക്കെ മരിച്ചു അതിക്ക് നോക്കിട്ട് 1 കിലോ അരി വെക്കലുള്ളതാണ്. ഇപ്പം പള്ളികളും മാറി ഒക്കെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറിയപ്പോൾ വ്യത്യാസങ്ങൾ വന്ന് ഇപ്പം ഇഷ്ടംപോലെ ആളിലും വരും. അല്ലെങ്കിൽ ഇവിടെ 75 ആളിൽ ശരിക്കുണ്ട്. 45 കൊല്ലം 10-45 കൊല്ലമായി. അല്ലെങ്കിൽ അയച്ചു കൊണ്ടുവന്ന ആൾ കൂടി. പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ബീവാത്തു ഇപ്പോൾ താമസിക്കുന്നത്. എല്ലാ മാസവും പള്ളി നൽകുന്ന സഹായധനവും സർക്കാരിന്റെ ക്ഷേമ പെൻഷനും ഉൾപ്പെടെയുള്ള വകയാണ് എളിയമയുടെ ജീവിതമാർഗം. ഇത് തന്നെ ഞങ്ങളുടെ വീടും പള്ളിയും കാണുന്നത്. ഇവിടെ ഒരു പെര, ഈ കോമ്പൗണ്ടിൽ എനിക്കൊരു ചെറിയ വര ഉണ്ടാക്കി തന്നു. രാത്രി ഞാൻ മെയ്തുവിൻ്റെ CM മെയ്തുവിൻ്റെ അവിടെയൊക്കെ പോയി കിടക്കുന്നതാണ്. ഇതായപ്പോൾ ഞാൻ ഒന്നും പോവില്ല. വരുമാന മാർഗം ഒന്നുമില്ല. എനിക്ക് 400 രൂപ പള്ളിയിൽ നിന്നുണ്ട്, പിന്നെ ഖത്തറിൻ്റെ പൈസ ഉണ്ട്, പിന്നെ ഇവിടെ പെൻഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ ജീവിക്കണം. വരുന്ന കാര്യങ്ങൾ അല്ലാതെ നടത്തി തരുന്നുണ്ട്, അത് മതിയല്ല. നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ചിരിയോടെ എളീമ ജീരകക്കഞ്ഞി ഒരുക്കുകയാണ് നോമ്പിന്റെ പുണ്യത്തിന് സ്നേഹത്തിന്റെ രുചി പകരാൻ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.